ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മഹാലക്ഷ്മി നമ്മളുടെ വീട്ടിൽ വസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. വെള്ളിയാഴ്ചകളിലെ ലക്ഷ്മി പൂജകൾ, മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട വസ്തുക്കൾ നമ്മുടെ പൂജാമുറിയിൽ വെക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിലും വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മഹാലക്ഷ്മി ദേവിയുടെ 10 നാമങ്ങൾ. ദേവി പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ 10 നാമങ്ങൾ സ്ഥിരമായി ആരാണോ തൻ്റെ വീട്ടിൽ ഉച്ചരിക്കുന്നത് അവരോടൊപ്പം എപ്പോഴും ഞാൻ ഉണ്ടാവും എന്നുള്ള കാര്യം. അവരുടെ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും നൽകിക്കൊണ്ട് ദേവി ഉണ്ടാവും എന്നുള്ള ഒരു വാക്ക്. ആ 10 നാമങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആ 10 നാമങ്ങൾ ഏതൊക്കെയാണ് എന്ന് അറിയുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുമാത്രവുമല്ല, വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഇന്ന് രാവിലെ ഞാൻ ഗുരുപുഷ്യ യോഗത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ തന്നെ 2-3 പേരുടെ വക മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആർക്ക് വേണമെങ്കിലും ചെയ്യാം, യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസും നമുക്കില്ല. ഞാൻ ലാസ്റ്റ് പറഞ്ഞ് ആ പരിഹാരം ചെയ്യാനെന്നുള്ള കാര്യം. ആദ്യം പറഞ്ഞ് കുറച്ച് പൂജകൾ മാത്രമാണ് കുറച്ച് പേർക്ക്, അതായത് പീരിയഡ്സോ പുലവാലായ്മയോ ഒന്നും ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്ത ആർക്ക് വേണമെങ്കിലും ഞാൻ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു പരിഹാരം തീർച്ചയായിട്ടും ചെയ്യാം. 2-3 പേര് പേന വെച്ച് എഴുതണമോ എന്ന് പറഞ്ഞ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു. അവർക്ക് ഞാൻ പേഴ്സണലി തന്നെ റിപ്ലൈ കൊടുത്തിട്ടുമുണ്ട്. എന്നാൽ പോലും ഒന്നും കൂടി ഞാൻ പറയുകയാണ്, പേന വെച്ചല്ല എഴുതേണ്ടതെന്നുള്ള കാര്യം. ഞാൻ ആ വീഡിയോയിൽ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഗ്ലാസ്സിൽ ആ വെള്ളം എടുത്തിട്ട് നമ്മുടെ കൈ മുക്കിയിട്ട് വേണം നമ്മൾ എഴുതാനെന്നുള്ള കാര്യം. അത് തുണിയിൽ എഴുതിയാലും പേപ്പറിൽ എഴുതിയാലും അത് എഴുതുന്ന ഉടനെ മാഞ്ഞു പോകും. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. മാഞ്ഞു പോകില്ലേ ചേച്ചി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സംശയമൊക്കെ 2-3 പേര് ചോദിച്ചു. അത് മാഞ്ഞു പൊക്കോട്ടെ. അത് എത്ര പെട്ടെന്ന് മാഞ്ഞു പോകുന്നു അത്രയും പെട്ടെന്ന് ആ ആഗ്രഹം നമ്മളിലോട്ട് എത്തിച്ചേരുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് എഴുതുന്നു മാഞ്ഞു പോകുന്നു എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ അത് ആദ്യമേ മടക്കി വെക്കണം. ഞാൻ പറഞ്ഞു, നമ്മൾ ആ മന്ത്രം ചൊല്ലിയതിന് ശേഷം മാത്രമേ ആ ഒരു തുണിയാണെങ്കിലും പേപ്പറാണെങ്കിലും മടക്കാവുള്ളൂ എന്നുള്ള കാര്യം. അതായത് നമ്മൾ ആദ്യം അത് നൂർത്ത് വെച്ചിട്ടാണ്. അതിപ്പോൾ ഒരു കുഞ്ഞു തുണിയാണെങ്കിലും നിങ്ങളിനി യെല്ലോ കളറിലെ പേപ്പറാണെങ്കിലും എടുക്കുന്നുണ്ടെങ്കിലും നമ്മളത് അങ്ങനെ തന്നെ വെച്ചിട്ട് അതിന് മുകളിൽ വെള്ളത്തിൽ മുക്കി എഴുതിയിട്ട് അതിന് മുകളിൽ സിൽവർ കോയിൻ അല്ലെങ്കിൽ 1 രൂപ നാണയം വെച്ചിട്ട് നമ്മൾ ആ മന്ത്രം ചൊല്ലിയതിന് ശേഷം നമ്മളത് മുഴുവനായിട്ട് അങ്ങ് മടക്കിക്കൊള്ളുക. മടക്കി നാളത്തെ ദിവസം കംപ്ലീറ്റ് അത് പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ വെക്കുന്നോ അവിടെ ഇരുന്നോട്ടെ. പിറ്റേ ദിവസം വെള്ളിയാഴ്ച നിങ്ങൾക്കതെടുത്ത് സൂക്ഷിച്ചൊരു ഓരത്തായിട്ട് പൂജാമുറിയിലാണെങ്കിൽ മാറ്റി വെക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റെവിടെയെങ്കിലും വെച്ചതെങ്കിൽ അത് അവിടുന്ന് എടുത്ത് മണി ബാഗിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ വെക്കുന്നിടത്തോ വെക്കാമെന്നുള്ളതാണ് ഞാൻ ക്ലിയറായിട്ട് അതിന് പറഞ്ഞത്. ഇനി ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മഹാലക്ഷ്മിയുടെ ആ 10 നാമങ്ങൾ ഏതാണെന്ന് നോക്കാം. ഈ 10 നാമങ്ങൾ ചൊല്ലുന്നതിന് നിങ്ങൾക്ക് വിളക്ക് കത്തിക്കേണ്ടുന്ന ആവശ്യമോ പൂജ ചെയ്യേണ്ടുന്ന ആവശ്യമോ ഒന്നുമില്ല. ഇപ്പോൾ രാവിലെ നിങ്ങൾ എഴുന്നേറ്റു, നിങ്ങൾ കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാമം ചൊല്ലാം. സാധാരണ നമ്മൾ എഴുന്നേറ്റിരുന്ന് കരാഗ്രവസ്ഥേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സദാ ഗൗരി, പ്രഭാതേ കരദർശനം, ഈ ഒരു മന്ത്രം ചൊല്ലാറുണ്ട്. എത്ര പേര് ചൊല്ലുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് നമ്മുടെ കയ്യിൽ നോക്കി സരസ്വതിയും ലക്ഷ്മി ദേവിയും മഹാഗൗരിയും നമ്മുടെ കയ്യിൽ വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ചൊല്ലിയിട്ട് കൈകൊണ്ട് നമ്മൾ നമ്മുടെ മുഖം കംപ്ലീറ്റ് ആയിട്ട് തൂക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ ഒരു 10 നാമങ്ങളും. നിങ്ങൾക്ക് എഴുന്നേറ്റ പടിയെ നിങ്ങളുടെ കയ്യിൽ നോക്കി ഈ ഒരു 10 നാമങ്ങളും ചൊല്ലി കൈകൾ കൂപ്പി മഹാലക്ഷ്മിയോട് എൻ്റെ ഗ്രഹത്തിൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആ കൈകൊണ്ട് നമ്മുടെ മുഖം ഒന്ന് ചൂടാക്കി ഒന്ന് റബ്ബ് ചെയ്ത് വിട്ടാൽ മാത്രം മതിയാവും. അതിന് കുളിക്കണമെന്നോ ഇനിയിപ്പോൾ തലേ ദിവസം ഞങ്ങൾ നോൺ വെജ് കഴിച്ചിട്ടാണ് കിടന്നത് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഉണ്ടായി, അതൊന്നും ഇതിനെ ബാധിക്കുന്നതല്ല. കാരണം മഹാലക്ഷ്മിയെ യാതൊരു അശുദ്ധിയും ബാധിക്കുന്നതേയല്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി വസിക്കണമെങ്കിൽ നമ്മൾ വീട് ശുദ്ധമായിട്ട് നോക്കണം. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ.
അപ്പം നിങ്ങൾക്കിത് എല്ലാ ദിവസവും രാവിലെ തുടങ്ങാം. ഇനി ഇപ്പം രാവിലെ അങ്ങനെ നിങ്ങൾക്ക് ചൊല്ലാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളവർക്ക് കുളിച്ചിട്ട് വന്നിട്ട് പൂജാമുറിയിൽ ആസ് യൂഷ്വൽ വിളക്ക് കത്തിക്കുന്നത് പോലെ കത്തിച്ചിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. പീരിയഡ് സമയത്തോ പുലവാലായ്മയുള്ളപ്പോഴോ ഏതൊരു സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാം. അതിന് നിങ്ങൾക്ക് ഒരു രീതിയിലുമുള്ള റെസ്ട്രിക്ഷൻസ് ഇവിടെ ബാധകമേ അല്ല. നമ്മൾ മഹാലക്ഷ്മിയെ സ്ഥിരമായിട്ട് വീട്ടിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ചൊല്ലുന്ന 10 മഹാലക്ഷ്മി ദേവിയുടെ നാമങ്ങളാണ്. ഇത് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മുൻപിലിരുന്നും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. അപ്പോൾ ആ 10 നാമങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഞാനതിവിടെ എഴുതിയും കാണിക്കാം. മഹാലക്ഷ്മി കമലാ പദ്മാ ഹരിപ്രിയ ദാരിദ്ര്യഭഞ്ജിനി കൗമദീ ഗജവാഹിനി ചഞ്ചല ജാനകി രുക്മിണി. ഇതാണ് മഹാലക്ഷ്മി ദേവിയുടെ ആ ഒരു 10 നാമങ്ങളെന്ന് പറയുന്നത്. മഹാലക്ഷ്മി, ലക്ഷ്മി തന്നെ. കമല എന്ന് പറയുന്നതും പദ്മ എന്ന് പറയുന്നതും രണ്ടും താമരപ്പൂവിനെ തന്നെയാണ് കുറിക്കുന്നത്. അടുത്തത് ഹരിപ്രിയ, ഹരിയുടെ പ്രിയ, അതായത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പ്രിയപ്പെട്ടവൾ, അതാണ് മഹാലക്ഷ്മി എന്നുള്ളത്. അടുത്തത് ദാരിദ്ര്യഭഞ്ജിനി, അതറിയാം, നമ്മുടെ ദാരിദ്ര്യത്തെ അപ്പാടെ തുടച്ചു നീക്കുന്നവൾ, അതാണ് മഹാലക്ഷ്മി. അടുത്തത് കൗമുദി, കൗമുദി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചന്ദ്രനുമായിട്ട് ചേർന്നിരിക്കുന്നവൾ, അതായത് ചന്ദ്ര സഹോദരിയാണ് മഹാലക്ഷ്മി. നമുക്കറിയാം ദേവിയുടെ 108 നാമങ്ങളിൽ ഒന്നാണ് ചന്ദ്ര സഹോദരിയെ നമ എന്നുള്ളത്. അപ്പോൾ കൗമുദി എന്നുദ്ദേശിക്കുന്നത് ചന്ദ്രനുമായിട്ട് ചേർന്നിരിക്കുന്നവൾ എന്നാണ്. ഗജവാഹിനി, ഗജവാഹിനി എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ദേവിയുടെ ഇരുവശങ്ങളിലും ആനകളുണ്ടാകും. ഒരു രാജ്ഞിയുടെ പരിവേഷത്തോടുകൂടി ആനകളുമായിട്ട് എപ്പോഴും കാണുന്നവൾ, അതാണ് ഗജവാഹിനി. അടുത്തത് ചഞ്ചല, ചഞ്ചല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ദേവി ഒരിടത്ത് സ്ഥിരമായി വസിക്കില്ല, ചഞ്ചലയാണ്, അതാണ് ചഞ്ചല. അടുത്തത് ജാനകി, ജാനകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീതാദേവിയുടെ മറ്റൊരു നാമമാണ്. നമുക്കറിയാം മഹാലക്ഷ്മി പാൽക്കടലിൽ നിന്ന് വന്നവളാണ്. അതേപോലെ തന്നെ മഹാലക്ഷ്മിയുടെ മറ്റൊരംശമാണ് സീതാദേവി എന്ന് പറയുന്നതും. സീതാദേവിയുടെ മറ്റൊരു നാമമാണ് ജാനകി. അവസാനത്തേത് രുക്മിണി. രുക്മിണി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സീതാദേവിയുടെയും മഹാലക്ഷ്മിയുടെയും മറ്റൊരു അംശമാണ് രുക്മിണി ദേവി, ശ്രീകൃഷ്ണ ഭഗവാന്റെ പത്നി. വിഷ്ണു ഭഗവാൻ ഓരോ അവതാരങ്ങൾ എടുത്തപ്പോഴും ലക്ഷ്മി ദേവിയും അതേപോലെ ഓരോ അവതാരങ്ങൾ എടുത്തിരുന്നു. ഇവരെല്ലാവരും തന്നെ ലക്ഷ്മി ദേവിയുടെ അംശങ്ങളാണ്. അതാണ് ഈ മഹാലക്ഷ്മി ദേവിയുടെ 10 നാമങ്ങളിൽ ഒന്ന് രുക്മിണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 10 നാമങ്ങൾ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും ചൊല്ലാം. യാതൊരു രീതിയിലുമുള്ള റെസ്ട്രിക്ഷൻസും നമ്മളെ ഇതിന് ബാധിക്കുന്നതേയല്ല. നമ്മുടെ വീട്ടിൽ സ്ഥിരമായി ലക്ഷ്മീവാസം ഉണ്ടാവാൻ വേണ്ടി ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കൂ. നല്ല രീതിയിലുള്ള ഒരു വൈബ്രേഷനും നല്ല രീതിയിൽ ധനവരവും പ്രോസ്പെരിറ്റിയും അട്രാക്ഷനും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്രമാത്രം പവറാണ് ഈ ഒരു മന്ത്രത്തിന്. ഇത് നമുക്ക് ഏതൊരു ദിവസം വേണമെങ്കിലും ചൊല്ലി തുടങ്ങാവുന്നതാണ്. എന്നാൽ തന്നെ മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട പൗർണമി, രേവതി നക്ഷത്രം, ഭരണി നക്ഷത്രം, വെള്ളിയാഴ്ചകളിൽ ചൊല്ലാം. നാളെ വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഗുരുപുഷ്യ യോഗമുള്ള ദിവസമായതുകൊണ്ട് നിങ്ങൾക്ക് നാളെ ഇത് ചൊല്ലി തുടങ്ങാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന സമയം എന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നാളെ ഏതൊരു സമയത്തും ചൊല്ലാവുന്നതാണ്. നാളെ ചൊല്ലാൻ സാധിക്കാത്തവർക്ക് നാളെ കഴിഞ്ഞ് വരുന്ന 30 വെള്ളിയിലോ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഏതൊരു ദിവസവും ഏതൊരു സമയത്തും ചൊല്ലി തുടങ്ങാവുന്നതാണ്. എല്ലാവരെയും മഹാലക്ഷ്മി ദേവി അനുഗ്രഹിക്കട്ടെ, മുരുക ഭഗവാനും അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.